മുകളിൽ പുതപ്പ് പോലെ കാണപ്പെടുന്ന വാതകങ്ങളുടെ ആവരണമാണ് ഓസോൺ പാളി. ഭൂമി ജീവജാലങ്ങൾക്ക് മാരകമായേക്കാവുന്ന സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ഇത് നമ്മെ സംരക്ഷിക്കുന്നു. നമുക്ക് ഓസോണിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഓസോണിനെ നമ്മൾ ഉപമിക്കുന്നത് ഒരു സ്ത്രീയോടാണ്. ശ്രദ്ധിക്കാം, ഒരു നിമിഷം ഓസോണിനായി. സുഹൃത്തുക്കളെ, നമ്മുടെ ഭൗമാന്തരീക്ഷത്തിനെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിങ്ങനെ 5 ആയി തരംതിരിച്ചിരിക്കുന്നു. അതിൽ ട്രോപ്പോസ്ഫിയർ കടന്ന് ഏകദേശം 38 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും സ്ട്രാറ്റോസ്ഫിയർ എന്ന അതിമനോഹരമായ ഗ്രാമം. അവിടെയാണ് ഓസോൺ ജനിച്ചതും വളർന്നതും തന്റെ യൗവനത്തിലേക്ക് കാലെടുത്തു വെച്ചതും. സ്ട്രാറ്റോസ്ഫിയറിലെത്തുന്ന ഓക്സിജൻ തന്മാത്ര അൾട്രാവയലറ്റ് റേഡിയേഷൻ അടിച്ച് 2 ഓക്സിജൻ ആറ്റമായി മാറുന്നു. അതിൽ ഒരു ഓക്സിജൻ ആറ്റം മറ്റൊരു ഓക്സിജൻ തന്മാത്രയുമായി കൂടിച്ചേർന്ന് അവൾ പിറക്കുകയാണ് ഓസോൺ. ഓരോ സൃഷ്ടിക്കും ഓരോ കടമകളും ഞാൻ എന്റെ കടമ ചെയ്യുന്നു, അത്രമാണ്. നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, അതൊക്കെ ശബ്ദം കേൾക്കുന്നത് യുവിയാണെന്ന് തോന്നുന്നു. ഇന്ന് വരട്ടെ, കാണിച്ചു കൊടുക്കാം. അതൊക്കെ ശരി, പക്ഷെ നിങ്ങൾ ഈ സ്ട്രാറ്റോസ്ഫിയറിലുള്ള കാര്യം ഞങ്ങളായിട്ട് വന്നതൊന്നുമല്ല. ഭൂമിയിലെ മനുഷ്യർ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞങ്ങൾ പോയേക്കാം. നീ എന്താ അവർ പറഞ്ഞത്? എന്തോ അവ ശരിയില്ല, എനിക്കെന്തോ ശരിയായി തോന്നിയില്ല. മനുഷ്യർ അനുദിനം സ്വാർത്ഥനായിക്കൊണ്ടിരിക്കുകയാണോ? നീ സൂക്ഷിക്കണം. ഇനി അല്പസമയം നിങ്ങളുടെ ശ്രദ്ധ ഭൂമിയിലേക്ക് തിരിക്കുന്നു. ഓസോൺ പാളിയിൽ AC ഫ്രിഡ്ജ് എന്നിവയുടെ അമിത ഉപയോഗം കൂടുന്നു. ചൂടുവാർത്ത നിങ്ങൾക്ക് കേട്ടില്ലേ? നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റാണ്. നമുക്ക് ജനങ്ങളെയൊക്കെ ഒന്ന് ബോധവൽക്കരിച്ചൂടെ? അയ്യോ, ഇതിലൊന്നും വേണ്ട. അതല്ലേ ചേച്ചി, ഞാൻ ഈ ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളലിനെ കുറിച്ച് പറയാൻ വന്നതാ. ഈ ഫ്രിഡ്ജ് നിന്നൊക്കെ പുറത്തുവിടുന്ന ഫ്രിയോൺ ഗ്യാസ് വളരെ മാരകമായ വിഷവാതകമാണ്. അത് ഓസോൺ പാളിയിൽ ചേർന്ന് വിള്ളലുണ്ടാക്കി UV റേസ് നേരിട്ട് ഭൂമിയിലേക്ക് എത്തുകയും അതുവഴി നമുക്ക് സ്കിൻ ക്യാൻസർ, തിമിരം പോലുള്ള മാരക രോഗങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ പഴയ ഫ്രിഡ്ജൊക്കെ. അയ്യോ, അത് പഠിക്കട്ടെ. ഫ്രിഡ്ജ്
ഇടവാകുമ്പോ ഇത് കുത്തനായിരുന്നു. അതല്ലേ ദോശ പോയ മോളെ. ഇവരോടൊക്കെ എന്ത് പറയാനാ? നയന നയന നല്ല മണം. നല്ല മണല്ലേ? ഞാൻ കുളിച്ചില്ലല്ലോ. ഇനി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുളിക്കുകയാണെങ്കിൽ ഓസോൺ അത്രയും സമാധാനമായിരിക്കും. ഈ പെർഫ്യൂം എന്നൊക്കെ വരുന്ന ഗ്യാസ് ഓസോൺ മഴപ്പായിട്ട് വലിയ ദോഷം ചെയ്യുന്നുണ്ട്. ഓ പിന്നെ ഇവിടെ കറ്റത്തെടുക്കുന്ന ഞാനും പെർഫ്യൂം വെച്ചിട്ട് ചോദിക്കുന്ന രണ്ടി വന്നില്ല. ഈ സമയം സ്ട്രാറ്റോസ്ഫിയറിൽ കണ്ടോ, ഈ മനുഷ്യർക്കൊന്നും എന്നോട് ഒരു സ്നേഹവുമില്ല. നീ ഇവരോടൊക്കെ പ്രതികാരം ചെയ്യണം. അതെ, പ്രതികാരം ചെയ്യണം. എനിക്ക് പ്രതികാരം ചെയ്യാനുള്ളത് CFCയോടും ഓസോണിനോടും മറ്റുള്ള കാര്യങ്ങളോടൊന്നുമല്ല. എനിക്ക് ഈ മനുഷ്യരോടാണ് പ്രതികാരം ചെയ്യാനുള്ളത്. ഞാൻ വിട്ടിട്ടുണ്ട്, ഇപ്പൊ വരും. ഈ സമയം ഭൂമിയിൽ ടോക്കൺ നമ്പർ 33 അഞ്ജലി. ഇനി കുറഞ്ഞില്ലേ? ഞാൻ നോക്കട്ടെ. ഞാൻ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്തോ? നമ്മൾ സംശയിച്ചതുപോലെ തന്നെ പിന്നെ സ്കിൻ ക്യാൻസർ ഇന്നത്തെ കാലത്ത് പുതിയ രോഗമൊന്നുമല്ല. ഇപ്പോൾ ഈ അസുഖം സർവ്വസാധാരണമാണ്. സൂര്യനിൽ നിന്ന് വരുന്ന UV റേഡിയേഷൻസ് എത്തുന്നതുകൊണ്ടാണ് മിക്ക ആളുകൾക്കും സ്കിൻ ക്യാൻസർ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ പതിയെ തുടങ്ങണം. ഇന്ന് പോയിട്ട് അടുത്ത ചൊവ്വാഴ്ച കൊണ്ട് വരണം കേട്ടോ. ടോക്കൺ നമ്പർ 34 ദീപ്ദാസ്. എന്ത് പറ്റി? എന്താണെന്നറിയാം, ഈ കണ്ണു ഞാൻ നോക്കട്ടെ. കണ്ണിന് വെളുത്ത് പാടണിട്ടുണ്ടല്ലോ. തിമിരത്തിന്റെ ലക്ഷണമാണത്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും സർജറി വേണ്ടി വരും. സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. എന്തായാലും നമുക്കൊരു ഐ ടെസ്റ്റ് എടുത്ത് നോക്കാം. നിങ്ങൾ പോയിട്ട് അടുത്ത ബുധനാഴ്ച കൊണ്ടുവരണം കേട്ടോ. സിസ്റ്റർ കൗൺസിൽ സമയം ഏതല്ലേ? ഇതൊന്നും ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല. ഭൂമിയിലെ നന്മകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. അതെ, നമ്മുടെ ഭൂമിയിൽ നന്മ അവസാനിച്ചിട്ടില്ല. AC, ഫ്രിഡ്ജ് എന്നിവയുടെ അമിത ഉപയോഗം നിർത്തുന്നതിലൂടെ പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിലൂടെ ഒരു തൈ നടുന്നതിലൂടെയൊക്കെ നമുക്കും ആ നന്മയിൽ പങ്കാളികളാകാം. ആ നന്മയിൽ